ഇവിടെ ആണുങ്ങൾ ധാരാളം ആണുങ്ങളുണ്ട്. ഞാനൊരു പുരുഷനാണ്, മദിനാസ് ഒരു പുരുഷനാണ്. നമ്മുടെ ബോഡിയിൽ നിന്ന് മാസത്തിൽ 3, 4, 5 ദിവസം ബ്ലഡ് ഇങ്ങനെ ബ്ലീഡ് ചെയ്യുന്ന ഒരു അവസ്ഥയുണ്ടെങ്കിൽ അത് എത്രത്തോളം നമുക്കത് സഹിക്കാൻ പറ്റും? പുരുഷന്മാരെല്ലാവരും ആലോചിക്കും. മദിനാസിനോട് മാത്രമല്ല, എല്ലാ ആണുങ്ങളോടുള്ള ഉപദേശമാണ്. എല്ലാവരും ആലോചിക്കും, സഹിക്കാൻ പറ്റുമോ എന്ന് ചിന്തിക്കും. നമുക്ക് എല്ലാ മാസത്തിലും 7, 8 ദിവസം ബ്ലീഡിങ് ഒരു പുരുഷൻ എന്നാലും നമുക്കത് ചിന്തിക്കാൻ പറ്റുന്നില്ല. നമ്മുടെ വീട്ടിൽ നമ്മുടെ ഭാര്യ, നമ്മുടെ മക്കൾ, നമ്മുടെ പെൺകുട്ടികൾ, നമ്മുടെ പെങ്ങൾ ഇത് അനുഭവിക്കുന്നുണ്ട്. മാസത്തിൽ 7, 8 ദിവസം അവർക്ക് ഈ കഥ പറയാനുണ്ട്. മദിനാസിന്റെ ജീവിതത്തിലേക്ക് വരുന്ന പെൺകുട്ടിക്കും ഈ കഥ പറയാനുണ്ടാകും. ആ സമയത്ത് മെൻസസ് ഇല്ലാത്ത സമയത്തുള്ളൊരു മൂഡോ മൈൻഡോ ആയിരിക്കില്ല. ബ്ലീഡിങ് സംഭവിക്കുന്ന സമയത്ത് അവളുടെ മാനസിക നിലയെ കൂടി അത് ബാധിക്കും. ശാരീരികമായിട്ടുള്ള പ്രോസസ്സ് മാത്രമല്ല. അപ്പോൾ മാസത്തിൽ 8, 9 ദിവസം അല്ലെങ്കിൽ 7 ദിവസമൊക്കെ അവള് സാധാരണ പോലെയുള്ള ഒരു മെന്റാലിറ്റി പോലെയല്ല, അതിന് മുമ്പുള്ള അവസ്ഥയായിരിക്കില്ല ആ സമയത്ത്. ഈ ഒരു സംഗതി ബോധമുള്ള ഒരു പുരുഷനാണെങ്കിൽ എന്റെ വൈഫിൽ ഇങ്ങനെ ഒരു ഇഷ്യൂസ് ഉണ്ട്, ഞാനത് അണ്ടർസ്റ്റാൻഡ് ചെയ്യണം, ഞാൻ ഹെൽപ്പ് ചെയ്യണം, ഞാൻ കൂടെ നിൽക്കണം. ഞാൻ ഇങ്ങനെ ഒരു തരം ഒരു ദേഷ്യക്കാരനായി വീട്ടിൽ ഇങ്ങനെ വാണരുളാൻ പാടില്ല. ഇതിനെയാണ് അണ്ടർസ്റ്റാൻഡിങ് എന്ന് പറയുന്നത്. ഈ അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടെങ്കിൽ സ്വാഭാവികമായിട്ട് എന്ത് ചെയ്യാൻ പറ്റും? കെയർ ചെയ്യാൻ പറ്റും, ഹെൽപ്പ് ചെയ്യാൻ പറ്റും. ചെറിയ ചെറിയ ഇഷ്യൂസ് ഇങ്ങനെ സൈക്കിൾ എടുത്ത് കൂടേണ്ട കാര്യമില്ല. സിറ്റുവേഷൻ മനസ്സിലാക്കി കൂടെ നിൽക്കാനുള്ളൊരു ബോധം ഉണ്ടാകും.